നമസ്കാരം, ഞാൻ മഞ്ജിത അജിതൻ. വെൽക്കം ടു മൈ ചാനൽ സീൽ ഫോർ സിന്ദഗി. ഇത് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഓഫീസ് ബിൽഡിംഗ് ആണ് തൃശ്ശൂരിലെ. ഞങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വിമൻസ് വിങ് ഒരു ട്രിപ്പ് പോവാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്ക്. രാവിലെ 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് സൈലന്റ് വാലി ചെന്നിട്ട് അവിടുന്ന് ഉള്ളിലോട്ട് പോകണം ഫോറസ്റ്റിലേക്ക്. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഫൺ ഫിൽ ട്രിപ്പ്. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ഗ്രൂപ്പ് ഓഫ് വിമൻ അവർ ഭയങ്കര കോംപ്ലിമെൻറ്റിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വൈബാണ്. കണ്ടോ, സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഡാൻസിങ് ആണ്, കഴിയുന്നവരെ നിർത്തിയിട്ടില്ല. അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് എനർജി പാക്ഡ് പീപ്പിളിൻ്റെ കൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര പോസിറ്റീവാകും. അതുകൊണ്ട് ഞാൻ ഒരു ട്രിപ്പ് മിസ് ചെയ്യാറില്ല ഇവരുടെ ഒപ്പമുള്ള. സോ നമ്മളങ്ങനെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ്. 21 കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടെ നിന്നും 21 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് പോകണം. നമ്മളൊരു ബസ്സിലും 2-3 ജീപ്പിലായിട്ടാണ് പോകുന്നത്. നേരത്തെ പ്രീ ബുക്കിംഗ് ചെയ്തതാണ്. സോ നമുക്ക് ഗൈഡ്സ് ഉണ്ടായിരുന്നു ആൻഡ് ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, ഒരു ലേഡി ഓഫീസർ. അവർ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഈ സെൻറ്ററിൽ കാണുന്നതാണ് മല്ലീശ്വരമുടി. അത് ശിവനായിട്ടാണ് അവർ സങ്കല്പിക്കുന്നത്, അവരുടെ ദേവനായിട്ടാണ്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ഊരുകളും ഉള്ളത്, ട്രൈബൽ സെറ്റിൽമെൻറ്റ്. അതിലൊരു ഊര്, മുടുക വർഗ്ഗക്കാരുടെ ഊര് മാത്രം ഈ മല്ലീശ്വരമുടി ഫേസ് ചെയ്യാതെയാണ്. ബിക്കോസ് പാർവതി ദേവി ശിവനായിട്ട് പിണങ്ങി വന്നപ്പോൾ ഇവരൊപ്പം ഇറങ്ങി വന്നതാത്രേ. അതുകൊണ്ടാണ് അങ്ങനെ. ഈ കാണുന്ന വെളുത്ത മരങ്ങളുണ്ടല്ലോ, വെൺതേക്കാണത്. അവ അറിയപ്പെടുന്നത് എന്താ അറിയോ, കാട്ടിലെ നഗ്ന സുന്ദരി എന്നാണത്രേ. ബിക്കോസ് അവരവരുടെ തൊലി ഷെഡ് ചെയ്യും. അപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ ഇല്ലാതെ നിൽക്കുന്ന ഒരു സുന്ദരി മരങ്ങളാണ്, അങ്ങനെയാണ് പറയുന്നത്. എന്ത് രസമുള്ള ഓരോ കോൺസെപ്റ്റ്സ് അറിയോ. പിന്നെ അവിടെ ഒരു വനദേവത എന്ന് പറഞ്ഞിട്ടൊരു ബട്ടർഫ്ലൈ ഉണ്ട്. പക്ഷെ അതിനെ എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല, നേരിട്ട് കണ്ടു. അങ്ങനെ കുറേ കഥകളുണ്ട് ഈ കാടിലുടനീളം പോകുമ്പോൾ. ഈ കാണുന്നത് അവരുടെ ട്രൈബൽസിൻ്റെ ലാസ്റ്റ് സെറ്റിൽമെൻ്റ് ആണ്. ഇതിന്ന് അങ്ങോട്ട് അവരുടെ ഊരുകളില്ല, കാടാണ്. സോ ആദ്യം ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഡെസിജിയസ് ഫോറസ്റ്റ് ആണ്. കുറച്ചും കൂടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണാം. കാട് ഏത് സമയത്ത് വരുമ്പോഴും ഓരോരോ ഭംഗിയാണ്. ഇല പൊഴിയുന്ന സമയത്തൊരു ഭംഗി, തളിർത്ത് വരുമ്പോൾ വേറെ ഭംഗി, നിറച്ചും ഡിഫറെൻറ്റ് കളേർഡ് ലീവ്സ് ആയിട്ട് അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. മഴക്കാലത്ത് വേറെ ഭംഗി. അങ്ങനെ കാട് എപ്പോഴും സുന്ദരിയാണ്. സോ നമ്മളീ പോകുന്ന വഴികളിലുടനീളം അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു, കുറേ അനിമൽസിനെയും കണ്ടു. ഇത് ഞങ്ങളുടെ ബസ്സാണ്. സൈലന്റ് വാലി എന്ന പേര് വന്നത് ചീവിടുകളില്ലാത്ത കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ശൈലേന്ദ്രി വനങ്ങൾ അതും പറയുന്നുണ്ട്, ചീവിടില്ല എന്നും. ഇപ്പോൾ ഇനി നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ പല സ്ഥലങ്ങളിലും ചീവീടുകളുണ്ട്. അത് അങ്ങനെ വന്നതാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സൈലന്റ് വാലിയിൽ അവിടെ എവിടെയായിട്ട് ചീവീടിൻ്റെ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. ഞങ്ങൾ അവിടെ മൊത്തം നിന്ന് എൻജോയ് ചെയ്യുന്ന എന്തൊരു തണുപ്പായിരുന്നു അറിയോ. ആ ഒരു ഇത്രയും ചൂടത്തും ആ മരങ്ങളുടെ ഇടയിൽ നിൽക്കാൻ എന്തൊരു തണുപ്പായിരുന്നു എന്നോ. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വളരുന്ന ബിഗ് ട്രീസ്. ശരിക്കും അത് കാണേണ്ട കാഴ്ചയായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ മെസ്മറൈസ്ഡ് ആയി പോകുന്ന പറയില്ലേ, അതാണ്. ഇത് നമ്മുടെ കുന്തിരിക്കമാണ്, കുന്തിരിക്കം. സോ ആദിവാസികൾ ഇങ്ങനെ കുറേ മുറിവ് പോലെ മരത്തിലുണ്ടാക്കും. എന്നിട്ട് ഈ കുന്തിരിക്കം വന്നിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുന്നു. നാച്ചുറലായിട്ട് കിട്ടുന്ന കുന്തിരിക്കമാണ് ഈ മരത്തിലുള്ളത്. അങ്ങനെ എന്തൊക്കെയാണ് കാടൊളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് അവിടെ പോകുന്ന വഴിക്കുണ്ടായ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടമല്ല, ഒരു അരുവി. മഴയുള്ള സമയത്ത് ഇതൊരു വെള്ളച്ചാട്ടം നല്ല ഫോഴ്സിൽ വരും. സോ അത് കുടിച്ചു നോക്കിയപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നോ. രാമച്ചൊക്കെ ഇട്ട് വയ്ക്കുന്ന വെള്ളം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സ്വാദ്. നമ്മളെല്ലാവരും അത് കുടിച്ചു. ഇവിടുന്നാണ് സൈലന്റ് വാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗം. ഈ യാത്രയുടെ എൻഡ് പോയിന്റിൽ ഒരു ടവർ ഉണ്ട്, 100 സ്റ്റെപ്സുള്ള. പേടിയാവും കയറാൻ, എന്നാലും കയറിക്കഴിഞ്ഞാലുള്ള വ്യൂ ഇസ് ലൈക്ക് എന്താ പറയുക, വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. കുറേ ട്രീസിൻ്റെ ഇടയിൽ കളർഫുള്ളായിട്ടുള്ള ലീവ്സുള്ള ട്രീസ്, പിന്നെ മല, അങ്ങനെ എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ, നല്ല കാറ്റും. ശരിക്കും അത് മിസ് ചെയ്യരുത് അവിടെ പോയി കഴിഞ്ഞാൽ. ആൻഡ് ഞങ്ങൾ പതുക്കെ തിരിക്കുകയാണ്. ഇതേപോലെ 21 കിലോമീറ്റർ തിരിച്ച് അങ്ങോട്ടും യാത്ര ചെയ്യണം. എല്ലാവരുടെയും ഫേസസ് കണ്ടില്ലേ, ലൈക്ക് എവ്രിബഡി ഈസ് സൂപ്പർ ഹാപ്പി. അങ്ങനെ വൈബ്രൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള
ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ് ഈ ചേംബർ ഓഫ് കൊമേഴ്സിലെ ലേഡീസ് വിങ്. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദോസ് ഫ്രെയിംസ്. ഈ ഫ്രെയിംസൊക്കെ നമ്മൾ എന്താ പറയുക, ഫ്രെയിംഡ് ഇൻ ഹാർട്ട് എന്ന് പറയില്ലേ, അങ്ങനെ ബ്യൂട്ടിഫുൾ സ്മൈൽസ് ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഇറ്റ് വിൽ ബി ദെയർ ഇൻ അവർ ഹാർട്ട്സ് ഫോർ എവർ ആൻഡ് എവർ. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മളുടെ ബസ് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. അതും നമ്മൾ വേസ്റ്റ് ആക്കിയില്ല. നമ്മൾ ആ സമയം കൊണ്ട് റീൽസൊക്കെ എടുത്ത് എല്ലാവരും ആ സമയം എൻജോയ് ചെയ്തു. ഇനി കാത്തിരിപ്പാണ് ഇതുപോലെ മനോഹരമായ മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി. Until then, it's me Manjita Achutan signing off. Please do subscribe my channel Seal for Zindagi. Thanks for watching.